ഹായ് നമസ്കാരം. ആർട്ടിസ്റ്റാണ്, ഫിറോസാണ്. നമ്മളെ കൂട്ടത്തിൽ എഴുതാൻ നല്ല താല്പര്യമുള്ള, അത്യാവശ്യം വരയ്ക്കാനൊക്കെ അറിയുന്ന, ബ്രഷൊക്കെ മോശമല്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ആളുകളുണ്ടാവും. അപ്പം അവർക്ക് എഴുതാൻ നല്ല കൊതി ഉണ്ടാവും. പിന്നെന്താ സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു പേടി, വേണ്ടാത്തൊരു പേടി. അത് ബ്രഷ് പെയിൻറ്റിൽ മുക്കുക, അങ്ങോട്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ വൈറ്റ് വാഷ് ചെയ്ത ചുമരിൻ്റെ മുകളിലാണ് ഞാൻ എഴുതുന്നത്. അതിന് നമ്മൾ കൈ കരുതേണ്ടത് ഈ പെയിൻറ്റും ബ്രഷും. ബ്രഷ് 2 ഇഞ്ച് ബ്രഷാണ്, ഫ്ലാറ്റ് ബ്രഷ്, 2 ഇഞ്ച് ഫ്ലാറ്റ്, നമ്മൾ പെയിൻ്റ് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷാണത്. അതെടുക്കുക, പെയിൻറ്റിൽ മുക്കുക, അങ്ങോട്ട് എഴുതിക്കൂടുക എന്നുള്ളതാണ്. പിന്നെ കൈക്കൊരു ഒഴുക്കുണ്ടാക്കുക ആദ്യം. അപ്പം താനെ ഇതാവും. തെറ്റിക്കോട്ടെ. തെറ്റുമ്പോൾ നമ്മളെ കയ്യിൽ വേറെ കരുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ വൈറ്റ് എമൽഷനാണ്. 1 ലിറ്ററിൻ്റെ വൈറ്റ് എമൽഷൻ കൈ കരുതിയാൽ ധൈര്യമായിട്ട് എഴുതുക. അപ്പോൾ തെറ്റിയാൽ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം, അത് മായ്ക്കാം. വൈറ്റ് സിമെൻറ്റ് കൊണ്ട് മായ്ക്കാം, പക്ഷേ അത് സമയമെടുക്കും. പിന്നെ നമുക്ക് കാത്തിരിക്കാൻ കുറേ സമയം വരും. അപ്പോൾ അത് വേണ്ട. അപ്പം അങ്ങോട്ട് എഴുതുക എന്നുള്ളതാണ്. പിന്നെ ചുമരെഴുത്തിൽ നമ്മൾ പെട്ടെന്ന് ലൈന് ഗ്രാഫ് ചെയ്തിട്ട് എഴുതി കൂട്ടാൽ മതി. ഒരുപാട് വലിയ കമ്പോസിങ്ങും ഒരുപാട് വലിയ റിതവും കാര്യങ്ങളൊന്നും നോക്കണ്ട. ചുമരെഴുത്ത് ഒരൊറ്റ എഴുത്ത് അങ്ങോട്ട് എഴുതലാണ്. അപ്പോൾ കുറേ എഴുതി കഴിയുമ്പോൾ നമ്മളെ കൈക്കൊരു ഒഴുക്ക് വരും. പിന്നെ എഴുത്തിനൊക്കെ ഒരു താളവും ഒരു സ്റ്റൈലും ഒക്കെ വന്നോളും. അപ്പം ഞാൻ ഈ കഴിവുണ്ടായിട്ടും തുടങ്ങാൻ മടിച്ച് നിൽക്കുന്ന ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, സൈക്കോളജിക്കലായിട്ട് ഒരു വേണ്ടാത്തൊരു പേടി, അത്രയേ ഉള്ളൂ. അത് ബ്രഷ് പെയിൻറ്റിൽ മുക്കുക, അങ്ങോട്ട് എഴുതുക എന്നുള്ളതല്ലാതെ വേറൊരു പ്രശ്നമില്ല. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കുകയാണെങ്കിൽ ഈ വൈറ്റ് എമൽഷനോട് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് ഉണങ്ങാനും പെട്ടെന്ന് സെറ്റാവാനും സമയം കളയാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് എമൽഷൻ പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇങ്ങനെ എഴുതി കൈ വഴങ്ങും, കൈക്കൊരു ഒരു ഫ്ലോ കിട്ടും. ബ്രഷ് പിടിക്കുമ്പോൾ പിന്നെ നമുക്ക് താനെ തന്നെ ബ്രഷ് കൈ കിടന്ന് തിരിക്കാനൊക്കെ പഠിക്കാൻ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഒരുപാട് ആലോചിച്ചിരുന്നിട്ട് വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങോട്ട് എഴുതുകൂടുക എന്നുള്ളതാണ്. എഴുതി തുടങ്ങിയാലേ എഴുതാൻ പറ്റുള്ളൂ. വലിയ എഴുത്തുകാരനാവാനല്ല, അത്യാവശ്യം ചിലപ്പം ആർട്ടിസ്റ്റുകളൊക്കെ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ചുമരുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ചുമരുകൾ ഉപയോഗിക്കുക, ആ അവസരം മുതലെടുക്കുക. പിന്നെ അങ്ങനെ തന്നെ എഴുത്തുകാരാവുക. വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ട് എഴുതിക്കൂടുക എന്നുള്ളത് തന്നെ. വേറെ ഒരു ചിന്തിച്ചു കൂട്ടാനും വെപ്രാളപ്പെടാനും ഒന്നുമില്ല. അപ്പം എഴുതി തുടങ്ങുന്ന എല്ലാവരോടും നമുക്ക് എളിയ അറിവ് വെച്ചിട്ട് പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞാൽ, എഴുതാൻ അങ്ങോട്ട് തുടങ്ങുക, അത്രയേ ഉള്ളൂ. താനെ റെഡി ആയിക്കോളും. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. എൻ്റെ എഴുത്തിൻ്റെ വീഡിയോ ഇനിയും ഇടാൻ വേണ്ടിയിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ശരി, ഹാവ് എ നൈസ് ഡേ.